വയനാട് പുൽപ്പാറയിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട പാതയാണ് ഇത്. ഇതിൻ്റെ അപ്പുറത്തേക്കാണ് പുൽപ്പാറ. അവിടെ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നത്. ടൗൺഷിപ്പിനകത്തുകൂടിയാണ് ഈ പാത കടന്നു പോകുന്നത്. ഇപ്പോൾ നിലവിൽ നമുക്ക് കാണാം ഒരു പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. ഈ റോഡിൻ്റെ ശോചാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത്. ഇപ്പോൾ അത്തപ്പൂക്കളം ഇട്ടുകൊണ്ടാണ് പ്രതിഷേധം. നന്ദി ULCC എന്നും അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ പ്രതിഷേധം ഇപ്പോൾ ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്താണ് നിലവിലുള്ള അവസ്ഥ? നമ്മളിപ്പോൾ ഈ വർക്ക് തുടങ്ങിയ അന്ന് മുതൽ ഇപ്പോൾ ടൗൺഷിപ്പിൻ്റെ വർക്ക് തുടങ്ങിയ അന്ന് മുതൽ പറയുന്നുണ്ട് ഇവിടുത്തെ ആളുകൾക്ക് നടക്കാനും അല്ലെങ്കിൽ സഞ്ചരിക്കാനുള്ളൊരു വഴി വെക്കണമെന്ന്. ഇതിപ്പോൾ നിങ്ങൾ ഈ ഒന്നാമത്തെ സോണിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഒന്നാമത്തെ സോൺ കഴിഞ്ഞ് ബാക്കിലോട്ട് 4 സോണുകൾ കിടക്കുന്നത്. ഈ 4 സോണിലേക്ക് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ഇത് ഇവിടുത്തെ ULCCൻ്റെ അധികാരികളോട് ഇവിടുത്തെ ജനങ്ങൾ പറയുമ്പോൾ ഈ ജനങ്ങളുമായിട്ട് ഇവരെന്താകണ് ഗുണ്ടായിസം കാണിച്ചുകൊണ്ടിരിക്കുക. നിലവിൽ 2-3 കേസ് വരെ എടുപ്പിച്ചു. അപ്പോൾ ഈ പ്രതിഷേധം നിലക്ക് നമ്മൾ കളക്ടറുടെ അടുത്തും അതുപോലെ തന്നെ CO-ൻ്റെ അടുത്തൊക്കെ ഇത് സൂചിപ്പിച്ചു. ഇവിടുത്തെ കുട്ടികളെ പഠിക്കാൻ വിടുന്നത് രക്ഷിതാക്കൾ ഇവിടുന്ന് എടുത്ത് ബൈപ്പാസ് കൊണ്ടുപോയിട്ട് ബസ് കയറ്റുന്നത്. ഇങ്ങോട്ട് ബസ് കയറി വരുന്നില്ല. പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ രോഗികളെ നോക്കാൻ സ്കൂൾ ബസ്, പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ ആളുകൾ ഇങ്ങോട്ട് വരുന്നില്ല. ഗ്യാസ് ഏജൻസിൻ്റെ ആളുകൾ പോലും ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ദയനീയമായിട്ടുള്ള ജീവിതമാണ് ഇവിടെ നിലവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്. ഇപ്പോൾ ടൗൺഷിപ്പിലെ വന്ന ആളുകൾ ഈ 4 സോൺ, ഒന്നാം സോണിൽ ഒഴികെ 4 സോണിൽ ഉണ്ട്. അവർക്കും ഈ പ്രയാസമാണ്. കാരണം അവർക്ക് വാഹനങ്ങൾ പോകാൻ കഴിയില്ല. ഇപ്പോൾ അവിടെ ഒരു മരണം സംഭവിച്ചു. ആ മരണം സംഭവിച്ച വീട്ടിലേക്ക് ബോഡി കൊണ്ടുപോയത് ബൈപ്പാസിൽ നിന്ന് ഏറ്റിട്ടാണ്. അപ്പോൾ അത്രയും ഇന്നലെ ഒരു വീട്ടുകൂടൽ ഉണ്ടായിരുന്നു ഇവിടെ. ആളുകൾ വാഹനം ഇവിടെ വെച്ചിട്ട് അങ്ങ് നടക്കുകയാണ്. കാരണം ഇതിൽ കൂടെ നടക്കാൻ പോലും പറ്റരുത്, ഷോർട്ടടിച്ച് പോവുകയാണ്. അപ്പോൾ അത്രയും പ്രയാസകരമായിട്ടുള്ള ഒരവസ്ഥയാണ് ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക്. പുൽപ്പാറയിലേക്ക് എത്തുന്ന റോഡാണ്. യെസ്, ഇതാണ് മെയിൻ റോഡ്. നേരത്തെ ഇവിടെ റോഡ് ഉണ്ടായിരുന്നു. പുൽപ്പാറയിൽ എത്ര ആളുകൾ താമസിക്കുന്നുണ്ട്? ഇവിടെ 200ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികളും അതല്ലാതെ ആളുകളും ഇവിടെ താമസിക്കുന്നുണ്ട്. ആ ആളുകൾക്ക് ഈ ഒറ്റ വഴിയേ ഉള്ളൂ. ഈ വഴിയല്ലാതെ വേറൊരു വഴിയില്ല. നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാന്ന് തോന്നുന്നു. ഒരാളുകളുടെ വണ്ടി ഇപ്പോൾ റോഡ് ശരിയാക്കി വേണ്ട ഒരു ജില്ലയ്ക്ക് തട്ടിയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പ്രതിഷേധം ഉണ്ടായപ്പോൾ നമ്മൾ കണ്ണ് ഇടാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ സ്ഥിരമായി ചെയ്യല്. പെട്ടെന്ന് കുറച്ച് ചെയ്യും, അങ്ങ് പോകും. ഇവിടെ മാത്രം ചെയ്യും, അങ്ങോട്ട് ചെയ്യൂല. അങ്ങനെ ഇവർ ഈ ചാനലുകളും മറ്റാളുകളും ശ്രദ്ധ കാണിക്കാൻ വേണ്ടി കുറച്ച് ചെയ്യും. വേറൊരു പരിഹാരമില്ല. ചോദിക്കുമ്പോൾ തിരിച്ച് അതേപോലെ ജനങ്ങളോട് ഇവർ ഗുണ്ടായിസാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ജനങ്ങൾ സായി കെട്ടിട്ടാണ് ജനങ്ങൾ എന്താക്കുന്നത്. കുട്ടികളെ കളിക്കുന്ന ഗ്രൗണ്ടുകൾ പോയി, ആളുകൾ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥലങ്ങൾ പോയി. ഇവിടുത്തെ ഇവിടെ ഒരു ചപ്പ് വരാൻ എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് കളിക്കാനും അതുപോലത്തെ ഇവിടുത്തെ തൊഴിലാളികൾക്ക് ഇരിക്കുവാനും ഇവിടുത്തെ ആളുകളെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അതെല്ലാം പൊളിച്ചു പോയി. ഇരിക്കാൻ ഇതെല്ലാം സഹിച്ചും ഈ പറയുന്ന ദുരന്തത്തിൽപ്പെട്ട ആളുകളെ അഡ്മിറ്റ് ചെയ്യുന്നൊരു ജനവിഭാഗമാണ് ഇവിടെ. പക്ഷെ അത് ഇവിടുത്തെ അധികാരികൾ എന്താകുന്നില്ല, കാണുന്നില്ല. ശാശ്വത പരിഹാരം വേണമെന്നാണ്. ശാശ്വത പരിഹാരം വേണം. പരിഹാരം എന്ന് പറയുന്നത് കോൺക്രീറ്റ് ആയിട്ടുള്ള പരിഹാരം വേണം. താൽക്കാലികമായിട്ടുള്ള ആശ്വാസം എന്തല്ല, ഒരു പരിഹാരമല്ല, പറയുകയല്ല. പൂർണ്ണമായിട്ടും അതായത് പൂർണ്ണമായി ഇതിനൊരു അറുതി തീരുന്നത് വരെ നല്ല, അതായത് ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് സഞ്ചരിക്കാൻ ഒരു ചെറിയ ഒരു 3 ചക്രം വാഹനം പോകാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയാൽ മതി. ബാക്കി ഇവർക്ക് കൺസെഷനായിട്ട് ഉപയോഗിക്കാം. അത് നല്ല 17 മീറ്റർ വീതിയുള്ള റോഡാണല്ലോ. ബാക്കി അവർക്ക് ഉപയോഗിക്കാമല്ലോ. അങ്ങനൊരു സെറ്റപ്പ് അങ്ങ് 5ാമത്തെ സോൺ മുതൽ ഈ റോഡ് വരെ ഈ സൈഡിൽ കൂടെ ഒരു 3 ചക്രം വാഹനം പോകാനുള്ള സംവിധാനം ഉണ്ടാക്കിയാൽ അവിടുത്തെ വിഷയം തീരും. അപ്പോൾ അത് തന്നെയാണ് 200ഓളം കുടുംബങ്ങളാണ് ഈ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഗ്രാമത്തിൽ താമസിക്കുന്നത്. അതായത് ആ ഗ്രാമത്തിലേക്ക് പോകുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണിത്. ആ റോഡാണ് ഇപ്പോൾ ചളിക്കുളമായി മാറിയിരിക്കുന്നത്. ULCC അതായത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സർവീസ് സൊസൈറ്റിയുണ്ട്. അവരോട് പരാതി പറഞ്ഞിട്ടും എത്ര പറഞ്ഞിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല ഒരു ആംബുലൻസോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ കയറ്റാൻ ഒരു സ്കൂൾ ബസ്സോ ഇതുവഴി പോകാൻ സാധിക്കുന്നില്ല എന്നും അവർ പറയുന്നുണ്ട്. നമുക്കിപ്പോൾ കുറച്ച് കുട്ടികൾ ഇവിടുന്ന് ഫുട്ബോൾ കളിക്കുന്നത് കാണാം. അത്രയും വേറിട്ട രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഏതായാലും ശാശ്വതമായ പരിഹാരം വേണമെന്ന് തന്നെയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഫൈസൽ അസീസ്, മീഡിയ 1 വയനാട്.